എച്ച് ഇറ്റ് ഈസ് ലീസ്റ്റ് common മൾട്ടിപ്പിൾ. സോ നമ്മൾ നേരത്തെ GCD പറ്റി പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, നമുക്ക് വിൽ ഗോ ഡയറക്ട്ലി ടു ദ ഡെഫിനിഷൻ. നിങ്ങൾ ജസ്റ്റ് അതിന് മുന്നിലുള്ള ഭാഗം വായിച്ച് നോക്കിക്കോളൂ. നമുക്ക് ഡെഫിനിഷൻ മുതൽ മുന്നോട്ട് പോകാം. സോ ദ LCM ഓർ ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ടു നോൺ സീറോ ഇൻഡിജേഴ്സ് A and B denoted by LCM of AB is a positive integer m satisfying the following conditions. First condition, A divides m, B divides m. അതായത് ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ, ഇഫ് എ ഡിവൈഡ്സ് സി ആൻഡ് ബി ഡിവൈഡ്സ് സി വിത്ത് സി പോസിറ്റീവ് ദെൻ എം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് എയും ബിയും തന്നിട്ട് അതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് എയുടെയും മൾട്ടിപ്പിൾ ആയിരിക്കണം ബിയുടെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ എം എയുടെയും ബിയുടെയും LCM ആണെങ്കിൽ ഓക്കെ, എം എന്ന് പറഞ്ഞാൽ എയുടെ മൾട്ടിപ്പിൾ ആവണം എന്ന് പറഞ്ഞാൽ എമ്മിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. എം എയുടെ മൾട്ടിപ്പിൾ ആവണം, അതുപോലെ തന്നെ എം ബിയുടെയും മൾട്ടിപ്പിൾ ആവണം. ഫോർ എക്സാമ്പിൾ 6 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, 6 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 നമുക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ സോ 6 എന്താണ് 2ൻ്റെ മൾട്ടിപ്പിളാണ് 3യുടെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6നെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6നെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാമല്ലോ. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ 6 എന്നുള്ള നമ്പർ 2ൻ്റെയും 3യുടെയും LCM ആവണമെങ്കിൽ ഇനി എന്താ വേണ്ടത് നമുക്ക്, ഈ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവർ ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും അത് 6നേക്കാളും വലുതായിരിക്കണം. മനസ്സിലാവുണ്ടോ? 6 എന്നുള്ളത് LCM ഓഫ് 2 and 3 ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം, 2 കൊണ്ടും 3 കൊണ്ടും ഒരുപോലെ നമുക്ക് അല്ലെങ്കിൽ 2യുടെയും 3യുടെയും 2ൻ്റെയും മൾട്ടിപ്പിളായിട്ട് വരെ ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ നമ്പർ എന്താവണം, 6നേക്കാളും വലുതായിരിക്കണം. അപ്പോഴെന്താ വരുള്ളൂ, 2ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏറ്റവും ചെറുതായിട്ട് വരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒരു നമ്പർ എം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2 നമ്പേഴ്സ് എ ആൻഡ് ബി എന്ന് പറയണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ വേണ്ടത് എ ഷുഡ് ഡിവൈഡ് എം ആൻഡ് ബി ഷുഡ് ഡിവൈഡ് എം, എയുടെയും ബിയുടെയും മൾട്ടിപ്പിൾ ആവണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ, എയുടെയും ബിയുടെയും വേറെ ഏതൊരു മൾട്ടിപ്പിൾ സി എടുത്തു കഴിഞ്ഞാലും, പോസിറ്റീവ് നമ്പർ സി എടുത്തു കഴിഞ്ഞാലും അത് എമ്മിനേക്കാളും എന്താവണം, വലുതാവണം. എമ്മിനേക്കാളും വലുതാവണം. ഈ രണ്ട് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും എന്ത്, എം ഇസ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓർ LCM ഓഫ് എ കമ്മ ബി നമ്മൾ പറയും. ഓക്കെ, ഐ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് തിയറം. For positive integers a and b, GCD of AB into LCM of AB is equal to a into b. രണ്ട് നമ്പർ എയും ബിയും തന്നാൽ the product of those two numbers a and b is same as the product of their GCD and LCM. എയും ബിയും തന്നാൽ എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് എയുടെയും ബിയുടെയും LCMൻ്റെയും GCDയുടെയും പ്രോഡക്റ്റിന് സിമിലർ ആണ് എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് വായിച്ചു നോക്കേണ്ട കാര്യമുള്ളൂ. സോ ലെറ്റ് D be the GCD of AB. GCD of AB D ആണെന്ന് വിചാരിക്കുക. ദെൻ ബൈ ദ ഡെഫിനിഷൻ D വിൽ ഡിവൈഡ് A ആൻഡ് D വിൽ ഡിവൈഡ് B അല്ലേ. GCD ആണെങ്കിൽ D Aനെ ഡിവൈഡ് ചെയ്യും, D Bനെയും ഡിവൈഡ് ചെയ്യും. സോ D Aനെ ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് A is equal to, then we can write A is equal to what, DR അല്ലേ. then we can write A is equal to DR എന്ന് നമുക്ക് എഴുതാൻ പറ്റും, ശരിയല്ലേ. ബിക്കോസ് ഡിവൈഡ് ചെയ്യുമെങ്കിൽ ഐ ക്യാൻ റൈറ്റ് A is equal to DR and B equal to DS for some integers R and S. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് എഴുതാൻ പറ്റും. നൗ ലെറ്റ് M is equal to AB by D. ഇതാണ് നമ്മുടെ M എന്ന് വിചാരിക്കുക. ലെറ്റ് M is equal to A into B by D എന്ന് വിചാരിക്കുക. ഓക്കെ, AB by D ആണ് M. ദെൻ ഐ ക്യാൻ റൈറ്റ് M is equal to A into S. എങ്ങനെയാണ് എമ്മിനെ A into S എന്ന് എഴുതാൻ പറ്റണേ? സി M is equal to AB by D. ഒന്ന് നോക്കി, ഫ്രം ദിസ് എക്സ്പ്രഷൻ വാട്ട് ഡസ് A by D? A by D R ആണല്ലോ. A by D ഈസ് R. A by D R ആണ്. സോ ഓക്കെ, M is equal to A B, അപ്പോൾ ഇങ്ങനെ എഴുതാം A into B by D എന്ന് നമുക്കിതിനെ കാണാം. അതുപോലെ തന്നെ A by D into B എന്നും കാണാം. ഇങ്ങനെയാണ് രണ്ട് ഫോം വരുന്നത്. B by D എന്താണെന്ന് വെച്ചാൽ നമുക്ക് S എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, A by D R എന്നും കിട്ടും. അതാണ് നമ്മൾ എമ്മിനെ എങ്ങനെ എഴുതണേ, AS ആൻഡ് RB എന്ന് നമ്മൾ എഴുതാൻ കാരണം. ഓക്കെ, AB by D ആണ് നമ്മുടെ M. അതിൽ A by D into B എന്ന് പറയാം. A by D into B എന്ന് പറഞ്ഞാൽ എന്താ, A by D വരെ R ആണ്, അപ്പോൾ R into B എന്ന് പറയാം. അതുപോലെ തന്നെ A into B by D പറയാം. B by D ഇവിടെ S ആണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് എന്ത് പറയാം, AS എന്നും പറയാം. സോ M is equal to AS equal to RB എന്ന് നമുക്ക് പറയാൻ പറ്റും. So M is equal to A is equal to RB, which implies that, now what does it mean? That implies A will divide M and B will also divide M അല്ലേ. M is equal to AS എന്ന് പറഞ്ഞാൽ A will divide M. M is equal to RB പറഞ്ഞാലോ B will divide M.
Therefore m is a common multiple of a and b. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? m എന്നുള്ളത് എയുടെയും ബിയുടെയും കോമൺ മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. ബിക്കോസ് a divides m and b divides m. രണ്ടും കോമൺ മൾട്ടിപ്പിൾ ആണെന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് വ്യക്തമായി. സോ നൗ m is a common multiple of a and b. ഇനി let c be any positive integer that is a common multiple of a and b. എയുടെയും ബിയുടെയും ഓക്കെ എയുടെയും ബിയുടെയും കോമൺ മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു പോസിറ്റീവ് ഇൻറ്റിജറാണ് സി എന്ന് വിചാരിക്കില്ല. സി ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഇസ് എ കോമൺ മൾട്ടിപ്പിൾ ഓഫ് എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും കോമൺ മൾട്ടിപ്പിൾ ആണല്ലോ. സോ സി ഈക്വൽ ടു സം എ യു ആൻഡ് സി ഈക്വൽ ടു സം ബി വി എന്ന് എഴുതാം. ബിക്കോസ് എയുടെ മൾട്ടിപ്പിൾ ആകുമ്പോൾ എ യു പറയാം, ബിയുടെ മൾട്ടിപ്പിൾ ആകുമ്പോൾ ബി വി നമുക്ക് പറയാൻ പറ്റും. വേർ യു ആൻഡ് വി ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡി ഈസ് എ ജി സി ഡി എഫ് എ ബി ബൈ അസംഷൻ. നമ്മളങ്ങനെ ഡി ജി സി ഡി എഫ് എ ബി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ബൈ നോൺ തിയറം നമുക്ക് നമ്മുടെ തിയറം നമ്പർ 1 അനുസരിച്ച് we can write D as a linear combination of A and B. Therefore, there exists x and y integers such that D is equal to x plus by. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് മുന്നേ അറിയാവുന്ന കാര്യമാണ്. ഇനിയുള്ള ഈ ഒരു റിലേഷൻ വളരെ ശ്രദ്ധിച്ച് നോക്കാം. വാട്ട് ഇസ് സി ബൈ എം? Therefore, C by m is equal to, നോക്കൂട്ടോ, m എന്നുള്ളത് എന്താണ്? എ ബി ബൈ ഡി ആണ്. ഫ്രം ഹിയർ വി ഹാവ് m is equal to എ ബി ബൈ ഡി. സോ സി ബൈ എം is equal to, റീപ്ലേസ് എമ്മിന് വരെ എ ബി ബൈ ഡി കൊടുക്കുക. അത് എൽ സി നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ സി ഇൻറ്റു ഡി ബൈ എ ബി എന്ന് കിട്ടും. ഇനി ഡിക്ക് പകരം എന്ത് കൊടുക്കുക? എ എക്സ് പ്ലസ് ബി വൈ ഈ സ്റ്റെപ്പിൽ കൊടുക്കുക. സോ സി ഇൻറ്റു എ എക്സ് പ്ലസ് ബി വൈ ബൈ എ ബി എന്ന് കിട്ടും അല്ലേ. ഇനി ചെയ്യേണ്ടത് ഇതിനെ നോക്കിയേ, സി എ എക്സ് ബൈ എ ബി എന്ന് എ ബി നമുക്കിങ്ങനെ എഴുതിക്കോട്ടെ. നോക്കിയേ ഈ ഒരു എക്സ്പ്രഷനെ ഇതിനെയാണ് നമ്മൾ എന്ത് എഴുതാൻ പോകുന്നത് നോക്കിക്കോളൂ. സി എ എക്സ് ബൈ എ ബി പ്ലസ് സി ബി വൈ ബൈ എ ബി നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് എയും ക്യാൻസൽ ചെയ്യാം, ബിയും ക്യാൻസൽ ചെയ്യാം. സി ബൈ ബി ഓഫ് എക്സ് എന്നും സി ബൈ എ ഓഫ് വൈ എന്നും നമുക്ക് പറയാൻ പറ്റും. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഈ ഭാഗം, സി ബൈ ബി ഓഫ് എക്സ് പ്ലസ് സി ബൈ എ ഓഫ് വൈ. ഓക്കെ, നോ ദാറ്റ് ഈസ് ഈക്വൽ ടു നോ സി ബൈ ബി. വാട്ട് അബൌട്ട് സി ബൈ ബി? സി ബൈ ബി എന്താ? സി ഹിയർ സി ഈസ് ഈക്വൽ ടു ബി വി ആൻഡ് സി ഈസ് ഈക്വൽ ടു എ യു. ഇപ്പോൾ സി ബൈ ബി എന്നുള്ളത് എന്ത് കിട്ടും? ബി എന്ന് കിട്ടും, സി ബൈ എ യു എന്ന് കിട്ടും. അതോടെ റീപ്ലേസ് ചെയ്യുക. സോ വി എക്സ് പ്ലസ് യു വൈ എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി. നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? നമ്മൾ സി ബൈ എമ്മിനെ വി എക്സ് പ്ലസ് യു വൈ നമ്മൾ ഫോർമാറ്റിൽ എഴുതി. ഓക്കെ. സോ യുവും വി എക്സും വൈ ഒക്കെ എന്ത് തന്നെയാണ്? നമ്മുടെ ഇവിടുത്തെ ഇൻറ്റിജേഴ്സാണ്. സോ സി ബൈ എം നമുക്ക് വി എക്സ് പ്ലസ് യു വൈ എന്ന് എഴുതി. വിയും എക്സും യുവും വൈ ഒക്കെ ഇൻറ്റിജേഴ്സാണ്. സോ സി ബൈ എം ഒരു ഇൻറ്റിജറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് സീനെ എം കൊണ്ട് പ്രോപ്പറായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നല്ലേ അർത്ഥം അല്ലേ. സി ബൈ എം ഒരു ഇൻറ്റിജർ കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഐ ക്യാൻ ഡിവൈഡ് സി വിത്ത് എം എന്നർത്ഥം. ദാറ്റ് ഇസ് എം ഡിവൈഡ് സി എന്നാണ് നമ്മളോട് അർത്ഥമാക്കണം. എം വിത്ത് എം ഐ ക്യാൻ ഡിവൈഡ് സി പ്രോപ്പർലി. ഓക്കെ, എം കൊണ്ട് സീനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എം പോസിറ്റീവാണ്, സി പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ എം വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. സംശയമില്ലല്ലോ. എം കൊണ്ട് സീനെ പ്രോപ്പറായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടിക്കഴിഞ്ഞാൽ, രണ്ടും പോസിറ്റീവ് ആണെന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? എം ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നമുക്കവിടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കാണിച്ചപ്പോൾ എയുടെയും ബിയുടെയും കോമൺ മൾട്ടിപ്പിൾ ആണ് എം എന്ന് കാണിച്ചു. ഇനി എയുടെയും ബിയുടെയും ഒരു കോമൺ മൾട്ടിപ്പിൾ സി എടുത്തു കഴിഞ്ഞാൽ ആ സി എമ്മിനേക്കാളും വലുതാണ് എന്ന് കാണിച്ചു അല്ലേ. എം എയുടെയും ബിയുടെയും കോമൺ മൾട്ടിപ്പിൾ ആണെന്ന് കാണിച്ചു. എയുടെയും ബിയുടെയും വേറെ കോമൺ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സി എടുത്തു കഴിഞ്ഞാൽ ആ സി എമ്മിനേക്കാളും വലുതാണെന്ന് കാണിച്ചു. അതിനർത്ഥം എന്താ? എയുടെയും ബിയുടെയും എൽ സി എം ആണ് എം എന്നാണ് നമ്മളോട് അർത്ഥാക്കണം അല്ലേ. ദാറ്റ് മീൻസ് എം ഇസ് ദ എൽ സി എം ഓഫ് എ ബി. ദർഫോ നമുക്ക് എന്ത് കിട്ടി? എൽ സി എം ഓഫ് എ ബി നമുക്ക് എന്താണ്? ദാറ്റ് ഇസ് എം ആണ്. അപ്പോൾ എം എന്തായിരുന്നു? എ ഡി ബൈ ബി. ഇവിടെ നമ്മൾ ചെയ്തതാണ് എ ഡി ബൈ ബി ആണ്. സോറി എ ബി ബൈ ഡി ആണ്. എം ഇസ് ഇക്വൽ ടു എ ബി ബൈ ഡി ആണ്. ദാറ്റ് ഇസ് എ ബി ബൈ ജി സി ഡി എഫ് എ ബി ആണ് അല്ലേ. എ ബി ബൈ ജി സി ഡി എഫ് എ ബി എന്ന് കിട്ടും. അവിടുന്ന് ജി സി ഡി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ജി സി ഡി എഫ് എ ബി ഇൻറ്റു എൽ സി എം എഫ് എ ബി ഈക്വൽ ടു എ ബി എന്ന് കിട്ടും. ജി സി ഡി എഫ് എ ബി ഇൻറ്റു എൽ സി എം എഫ് എ ബി ഇസ് ഈക്വൽ ടു എ ബി നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എ ആൻഡ് ബി ഇസ് സെയിം ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദെയർ എൽ സി എം ആൻഡ് ജി സി ഡി. Okay, now see the very important corollary. For any choice of positive integers a and b, LCM of ab is equal to a into b if and only if GCD of ab equal to 1. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പർ എയും ബി എടുത്താൽ അതിൻ്റെ എൽ സി എം അതിൻ്റെ ഡയറക്റ്റ് പ്രോഡക്റ്റ് എൽ സി എം ഓഫ് 2,3 2 into 3 ആണ് 6 ആണ് അല്ലേ. കാരണം എന്താ? ജി സി ഡി ഓഫ് 2ഉം 3ഉം 1 ആയതുകൊണ്ടാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് എവിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുമല്ലോ അല്ലേ. ജി സി ഡി ഓഫ് എ ബി ഇൻറ്റു എൽ സി എം ഓഫ് എ ബി ആണ്. അപ്പോൾ എൽ സി എം ഓഫ് എ ബി ആവണമെങ്കിൽ എന്ത് വേണം? ജി സി ഡി എന്താവണം? 1 ആവണം. ജി സി ഡി 1 ആണെന്ന് വെച്ചാൽ എയും ബി എന്താവണം? റിലേറ്റീവ്ലി പ്രൈം ആവണം അർത്ഥം. ഓക്കെ, ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫ്രം ദിസ് result. Now evaluate LCM of 1050 and 2574.
അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് ആദ്യം ജി സി ഡി കണ്ടുപിടിക്കണം. ജി സി ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ലെക്ചറുകൾ പറഞ്ഞ പോലെ യൂസിങ് യൂക്ലിഡിയൻ അൽഗോരിതം യു ക്യാൻ ഫൈൻഡ് ദി ജി സി ഡി ഓഫ് എ ബി. അപ്പോൾ അതിനെന്ത് ചെയ്യും? വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടുന്ന റിമൈൻഡർ എഴുതി പോവുക. അങ്ങനെ ചെയ്യും. ഇപ്പോൾ 2574 നമ്മൾ 1050 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, സോ വി ഗോട്ട് 2 × 1050 + 474 എന്ന് കിട്ടും. പിന്നെ എന്ത് ചെയ്യും? 1050നെ 474 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് റിമൈൻഡർ 102 കിട്ടും. പിന്നെ 474നെ 102 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിമൈൻഡർ 66 കിട്ടും. 102നെ 66 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 36 കിട്ടി. 66നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 30 കിട്ടി. 36നെ 13 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടി? 6 കിട്ടി. 30 കിട്ടി 56 ആണ്. അപ്പോൾ ഈ കേസിൽ 6 ആണ് നമ്മുടെ എന്ത് വരുന്നത് അല്ലേ? ഏറ്റവും അവസാനം വരുന്ന ആ മൾട്ടിപ്പിളാണല്ലോ നമുക്ക് എന്ത് കിട്ടുക? ജി സി ഡിന്ന് കിട്ടുക. അങ്ങനെയുള്ള നമ്മൾ അൽഗോരിതം പഠിച്ചത്. അപ്പോൾ 6 is the greatest common divisor of 1050 and 2574. Since it is a last non-zero remainder ആണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? നമ്മുടെ ജി സി ഡി വരിക എന്നാണ് നമ്മൾ എവിടെ പഠിച്ചത്? അതിൻ്റെ അൽഗോരിതം പഠിച്ചത്. അപ്പോൾ ജി സി ഡി ഓഫ് 1050 and 2574 എന്താണ്? 6 ആണ്. പക്ഷേ അങ്ങനെയാണ് എൽ സി എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? എൽ സി എം ഇസ് ഈക്വൽ ടു നേരത്തെ പഠിച്ച റിസൾട്ടിൽ എൽ സി എം ഇൻറ്റു ജി സി ഡി ആണ് എൻ്റെ എ ഇൻറ്റു ബി. ദഫോ എൽ സി എം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ബൈ ജി സി ഡി ആണ്. സോ 1050 × 2574 ഡിവൈഡ് ബൈ 6 ആണ്. ദാറ്റ് ഇസ് 450. ഇതാണ് നമ്മുടെ എൽ സി എം ഓഫ് ടു ലാസ്റ്റ് നമ്പേഴ്സ്. അപ്പോൾ ജി സി ഡി കണ്ടുപിടിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൽ സി എ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ജി സി ഡി കണ്ടുപിടിച്ച് എങ്ങനെ എൽ സി എം കണ്ടുപിടിക്കുക? ഗിവൺ 2 integers a and b, we know that the product of 2 numbers a and b is same as the product of their LCM and GCD. So once you have the GCD, then we can write LCM is equal to what? AB by GCD of AB. Okay, അങ്ങനെ നമുക്ക് LCM കണ്ടുപിടിക്കാനുള്ള മെത്തേഡായി. So now we can go through the supplementary problems. Okay, ചെയ്തു നോക്കുക. എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞാൽ മതി. ഓക്കെ.